കുടിവെള്ളക്ഷാമം പരിഹരിക്കുക. 1, 2, 3, 4 എന്നീ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, പുരോഗമനം സിന്ദാബാദ്, പുരോഗമനം സിന്ദാബാദ്, പുരോഗമനം സിന്ദാബാദ്, പുരോഗമനം സിന്ദാബാദ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുക. കുടിവെള്ളക്ഷാമം പരിഹരിക്കുക. കുടിവെള്ളക്ഷാമം പരിഹരിക്കുക. 1, 2, 3, 4 വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക. 1, 2, 3, 4 വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, പുരോഗമനം സിന്ദാബാദ്, പുരോഗമനം സൂചനയാണ്, 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 പഠിച്ചില്ലെങ്കിൽ സൂചനകൾ പഠിച്ചില്ലെങ്കിൽ സമരം പിന്നാലെ, സമരം പിന്നാലെ, സമരം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുക. കുടിവെള്ളക്ഷാമം പരിഹരിക്കുക. കുടിവെള്ളക്ഷാമം പരിഹരിക്കുക. കുടിവെള്ളക്ഷാമം പരിഹരിക്കുക. സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, പുരോഗമന സമരം സിന്ദാബാദ്, പുരോഗമന സമരം സിന്ദാബാദ്. ഈ ഒരു സമരം നമുക്ക് സൂചനയാണ്. ഇനി നിരന്തര സമരങ്ങളിലൂടെ നമുക്ക് ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലൊന്നായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി ഈ വിഷയത്തിലുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ടാപ്പുകളിൽ വർഷങ്ങളായി കുടിവെള്ളം വരുന്നില്ല. അപ്പോൾ അതിന് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CPIഎമ്മിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ഉപരോധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള സഖാവ് PB കർഷകുമാറാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒക്കെ സ്വകാര്യ മുതലാളിമാരുടെ കൈകളിലേക്ക് കൊടുത്ത് അതൊക്കെ അവർക്ക് ലാഭം ഉണ്ടാക്കുകയും അതിലൂടെ ചെറിയ കമ്മീഷനൊക്കെ തങ്ങൾക്ക് കിട്ടുമെന്നുള്ള ആ ധാരണയിൽ ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമം ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നോ എന്ന ചില സംശയം ഞങ്ങൾക്ക് ഇല്ലാതില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മനുഷ്യന്റെ മൗലിക അവകാശങ്ങളിൽ പ്രധാനമാണ് കുടിക്കാനുള്ള വെള്ളത്തിന്റെ അവകാശം. ആ കുടിക്കാനുള്ള വെള്ളം കൃത്യമായി എത്തിക്കാനുള്ള ധാർമ്മികവും അതേപോലെ തന്നെ ഭരണഘടനാപരവുമായ ഉത്തരവാദിത്വമാണ് ഇതിന്റെ അധികാരികൾക്കുള്ളത്. ഞാൻ ഇവിടുത്തെ AXC അടുത്തൊക്കെ നേരത്തെ തന്നെ ഈ വിഷയം സംസാരിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ആകെ സംസാരിച്ചിട്ടുള്ളതാണ്. പരിഹരിക്കാൻ കഴിയുന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന നിങ്ങൾക്കതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാകും. ഒരു കാലത്ത് കേരളത്തിൽ ഒരു തീവ്രവാദ പ്രസ്ഥാനം ജനകീയ വിചാരണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചത് അതിനെ അപലപിച്ചവരാണ് ഞങ്ങൾ. ഇപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയില്ല. എന്നാൽ നിയമപരമായ മാർഗങ്ങളിലൂടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നിയമപരമായി കുടിവെള്ളം എത്തിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്ന ആളുകൾ അതിന് നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ നിയമത്തിന്റെ മാർഗത്തിലൂടെ നിങ്ങൾ അതിന് നഷ്ടപരിഹാരമടക്കം കൊടുക്കേണ്ട മാർഗങ്ങളെ സംബന്ധിച്ചു കൂടി ഞങ്ങൾ ആലോചിക്കുകയാണ്. ഓർമ്മിപ്പിക്കാനാണ് ഇന്ന് ഈ സമരം. ചെറിയ തരത്തിൽ ഇത് പോകുമെന്ന് നിങ്ങൾ കരുതരുത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ പാപ്പരത്ത് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് തുറന്നു പറയണം. ഞങ്ങൾ എത്ര ശ്രമിച്ചാലും ഞങ്ങളെ കൊണ്ട് ഇത് കഴിയില്ല. തുറന്നു പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചുള്ള മറ്റു മാർഗങ്ങൾ ആലോചിക്കാൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് തന്നെ ആലോചിക്കാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രദേശത്തെ മനുഷ്യൻ ഏതെങ്കിലും അവരുടെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ഇവിടേക്ക് വന്നതല്ല. ഒട്ടേറെ ജോലി തിരക്കുകളുള്ള ആളുകൾ അതിനെല്ലാം അവധി വെച്ച് ഇതിന് വന്നത് കുടിക്കാനുള്ള വെള്ളത്തിന്റെ അവകാശത്തിന് വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഔദാര്യത്തിന് വേണ്ടിയല്ല, അവകാശത്തിന് വേണ്ടി വന്നതാണ് ഇവിടെ. ആ അവകാശം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ പോകുകയുള്ളൂ. അടിയന്തരമായി ഇന്ന് തന്നെ നിങ്ങൾ എന്തെല്ലാം സാങ്കേതിക നൂലാമാലകളാണ് പറയുന്നത്, ഈ സാങ്കേതിക നൂലാമാലകൾ പരിഹരിച്ച് മനുഷ്യന് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യത്തിലാണ് നിങ്ങൾക്ക് സർക്കാർ ശമ്പളം തരുന്നത്. സർക്കാർ ശമ്പളം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മനുഷ്യന്റെ
നികുതി വിഹിതത്തിൽ നിന്നാണ് ശമ്പളം. അല്ലാതെ നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങൾ പഠിച്ചു പാസ്സായ ആ ജോലിയുടെ ഭാഗമായി നിങ്ങൾക്ക് ഔദാര്യമായിട്ടല്ല ഈ ശമ്പളം. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ സമരം ഇവിടെ ഇന്ന് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇത് സൂചന മാത്രമാണ്. ഈ സൂചന സമരം ഫലിക്കുന്നില്ലെങ്കിൽ സാധാരണ ആളുകൾ പറയുന്ന പോലെ ഞങ്ങൾ സൂചന നടത്തി പിരിഞ്ഞു പോകാനല്ല, ഞങ്ങൾ നിങ്ങൾക്കൊരു അൾട്ടിമേറ്റം തരുന്നു. നിങ്ങൾ ഈ ഒരാഴ്ചക്കകം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം. ഒരാഴ്ചക്കകം കണ്ടെത്തിയില്ലെങ്കിൽ ഉപരോധമല്ല, നിങ്ങളുടെ കസേര കൈയേറി നാട്ടിലെ ആളുകൾ ഇരുന്ന് നിങ്ങളെ കൊണ്ട് കഴിയാത്തത് ചെയ്യിക്കുന്നതിന് മറ്റു മാർഗമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തിൽ ഈ പ്രദേശത്തെ മനുഷ്യന്റെ മൗലികമായ അവകാശം, ആ അവകാശത്തിന് ആവശ്യത്തിന് പരിഹാരമുണ്ടാക്കാൻ നിങ്ങൾ ഈ അടിയന്തരമായി തുടർന്നുള്ള ഒരാഴ്ചക്കാലം കൊണ്ട് നിങ്ങൾ പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ വലിയ വലിയ ഭവിഷ്യത്തിന് നിങ്ങൾ ഇടയാക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾ അതിന് മറുപടി പറയാൻ കൂടി ബാധ്യസ്ഥരാകും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചുരുങ്ങിയ സമയത്തിനകം ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.